കേരളത്തിലെ മലബാർ തീരത്തുള്ള ഒരു നഗരമാണ് തലശ്ശേരി. കണ്ണൂർ ജില്ലാ തലസ്ഥാനത്തു നിന്നും 21 കിലോമീറ്റർ അകലെയാണ് തലശ്ശേരി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു തലശ്ശേരി. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ് എന്നിങ്ങനെ 3 സീകളുടെ നഗരം എന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത്. ലോർഡ് ആർതർ വെല്ലസ്ലി ആയിരുന്നു തലശ്ശേരിക്ക് ക്രിക്കറ്റ് പരിചയപ്പെടുത്തിയത്. 1883 തലശ്ശേരിയിൽ നിന്നുള്ള ബേക്കറായ മമ്പള്ളി ബാബു ബ്രിട്ടീഷ് പ്ലാന്റർ മർഡോക്ക് ബ്രൗണിനു വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്മസ് പ്ലം കേക്ക് തയ്യാറാക്കി. കളരിപ്പയറ്റ് മാസ്റ്ററായിരുന്ന കീലേരി കുഞ്ഞിക്കണ്ണനാണ് ആദ്യമായി സർക്കസ് സ്കൂൾ ആരംഭിച്ചത്. അങ്ങനെ തലശ്ശേരി ലാൻഡ് ഓഫ് 3 സീ എന്നറിയപ്പെടാൻ തുടങ്ങി. ചരിത്രമുറങ്ങുന്ന തലശ്ശേരിയുടെ മണ്ണിലൂടെ 21ലധികം പൈതൃക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ തലശ്ശേരി ഹെറിറ്റേജ് ടൂറിസം, DTPC കണ്ണൂർ, കേരള ടൂറിസം എന്നിവരുടെ സഹകരണത്തോടെ ഒരു പ്രത്യേക ഓട്ടം സംഘടിപ്പിക്കാറുണ്ട്. വരൂ ഓടാം തലശ്ശേരി ഹെറിറ്റേജ് റൺ. 2026 ആദ്യത്തെ ലോങ് റണ്ണ് ഓടിയിട്ട് വരികയാണ് കേട്ടോ. അതെ, നമ്മുടെ തലശ്ശേരി ഹെറിറ്റേജ് റണ്ണ് സീസൺ 5 നമ്മളിപ്പോൾ ഓടിയത്. അപ്പോൾ ഓടിയിട്ട് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തലശ്ശേരി സൈക്ലിംഗ് ക്ലബ്ബിൽ നിന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവിടെ വന്ന് ഓടിയത് കേട്ടോ. ഇവിടെ നിന്നായിരുന്നു റണ്ണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ റണ്ണിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മളെ തലശ്ശേരി സൈക്ലിംഗ് ക്ലബ്ബിൻ്റെ സ്വന്തം ജിതിനേട്ടൻ കൂടിയുണ്ട്. ജിതിനേട്ടൻ, എങ്ങനെയുണ്ട് റണ്ണൊക്കെ? കുറച്ചുകൂടി ഈസി ആയിട്ട് ഓടാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നല്ലൊരു ഇവന്റ് ആയിരുന്നു അല്ലേ? അതെ അതാണ് നമ്മുടെ തലശ്ശേരിയിലെ ഹെറിറ്റേജ് സ്പോട്ടുകളെല്ലാം കണക്ട് ചെയ്തിട്ട് ഏകദേശം 21 കിലോമീറ്ററോളം ഓടുന്ന റണ്ണാണ് ഈ തലശ്ശേരി ഹെറിറ്റേജ് റണ്ണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ് വരുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ തലശ്ശേരി സ്റ്റേഡിയത്തിൽ നിന്ന് ഇവിടുന്നായിരുന്നു റണ്ണ് തുടങ്ങുന്നത് കേട്ടോ. രാവിലെ ആയിരുന്നു, കാലത്ത് തുടങ്ങിയ റണ്ണാണ്. റണ്ണ് തുടങ്ങുന്നതിന് മുൻപ് തലശ്ശേരി സ്റ്റേഡിയത്തിൽ അസംബിൾ ചെയ്ത റണ്ണേഴ്സിന് എല്ലാവർക്കും ഒരു വാമപ്പും സ്ട്രെച്ചിങ് സെഷനൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് റൺ ഓടുന്നതിന് മുൻപ് വാമപ്പും സ്ട്രെച്ചിങ്ങും വളരെ അത്യാവശ്യമാണ്. കൂടാതെ ഇതുപോലുള്ള ലോങ് റൺ ഓടുന്നതിന് മുൻപ് ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതും നല്ലതാണ്. അങ്ങനെ സമയം രാവിലെ 6:45 കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. തലശ്ശേരി സ്റ്റേഡിയത്തിലെ ഫ്ലാഗ് ഓഫിന് ശേഷം ഞങ്ങൾ നേരെ ഓടിയത് തലശ്ശേരി കോട്ടയിലേക്കാണ്. ബ്രിട്ടീഷുകാർ തലശ്ശേരിയിൽ പണിത വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയാണ് തലശ്ശേരി കോട്ട. തലശ്ശേരി കോട്ടയുടെ ഒരു വശത്തായിട്ടാണ് തലശ്ശേരിയിലെ പ്രശസ്തമായ സെൻറ് ജോസഫ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കോട്ടയ്ക്ക് പുറകുവശത്തെ ഈ ചെറിയൊരു ഗ്രൗണ്ടിൽ സ്ഥിരമായി ക്രിക്കറ്റ് കളിക്കാറുള്ളതാണ്. ഈ കാണുന്നതാണ് സെയിൻറ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച്, ഇംഗ്ലീഷ് പള്ളി എന്നാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത്. 1869 ഈ പള്ളി പണിതത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ജവഹർഘട്ടിലാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് ജവഹർഘട്ട്. ജവഹർഘട്ട് ബീച്ചിലൂടെ ഓടിയതിനു ശേഷം ഞങ്ങൾ നേരെ എത്തിയത് തലശ്ശേരി കടൽപ്പാലത്തിനടുത്താണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഇവിടെ ഒട്ടനവധി പേർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കടൽപ്പാലം ബ്രിട്ടീഷുകാരാണ് കടൽപ്പാലം പണിതത്. ആഴം കുറഞ്ഞ വെള്ളവും വലിയ പാറകളും കപ്പലുകൾക്ക് വലിയൊരു ഭീഷണിയായിരുന്നു. ഇതിനെ മറികടക്കാനാണ് കടലിലേക്ക് ഒരു വലിയൊരു പാലം പണിതത്. ഇന്ന് തലശ്ശേരിയിൽ വരുന്നവർ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് തലശ്ശേരി കടൽപ്പാലം. തട്ടത്തിൻ മറയത്ത് സിനിമയിലെ ക്ലൈമാക്സ് രംഗം ഷൂട്ട് ചെയ്തത് ഈ കടൽപ്പാലത്തിൽ വെച്ചാണ്. കടൽപ്പാലത്തിനടുത്തുള്ള പിക്ചർ സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 2022 റിലീസായ ടോവിനോയുടെ തല്ലുമാല പടത്തിലൂടെയാണ് പിക്ചർ സ്ട്രീറ്റ് വളരെ പ്രശസ്തി നേടിയത്. ഈ പരിസരത്ത് പഴയ വലിയ ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കും. പിക്ചർ സ്ട്രീറ്റ് പിക്ചർ സ്ട്രീറ്റ് അല്ല ഉറച്ച ചങ്ങായി. പിക്ചർ സ്ട്രീറ്റിലൂടെ തായലങ്ങാടി പള്ളിയൊക്കെ കഴിഞ്ഞ് നേരെ എത്തിയത് തലശ്ശേരി തലായി കടപ്പുറത്താണ്. തലായി കടപ്പുറത്ത് ഞങ്ങളെ സ്വീകരിച്ചത് മനോഹരമായ സൂര്യോദയമാണ്.
തലായ് ഹാർബറൊക്കെ കഴിഞ്ഞ് നേരെ എത്തിയത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. പുതിയ അമ്പലം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമ നിർമ്മിച്ചു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇറ്റലിയിലെ ടവറോളി എന്ന ശില്പിയാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചത്. കറക്റ്റ് 5 കിലോമീറ്റർ കേട്ടോ. 5 കിലോമീറ്റർ ഫിനിഷ് ചെയ്തു. ഇതേട്ടോ ജഗന്നാഥ ക്ഷേത്രത്തിലെ കുളത്തിലേക്ക് ജമ്പ് ചെയ്യുന്നോ? ഇവിടെ ഒരു അടിപൊളി കുളമുണ്ട് കേട്ടോ. ഒന്ന് കൂൾ ഡൗൺ ചെയ്തു. ബാക്കിൽ നല്ല അടിപൊളി സൺറൈസ് ആണ്. നൈസ്. ഞങ്ങളെക്കാൾ വേഗത്തിലോടുന്ന ഈ കൊച്ചുമിടുക്കിനെ നന്നായി ഒന്ന് നോക്കി വെച്ചു കേട്ടോ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവൻ്റെ മുന്നിൽ ഓടി ഇവൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. റിഫ്രഷ്മെൻറ്റ് പോയിന്റിൽ നിന്ന് കിട്ടിയ ഗ്ലൂക്കോസ് ടാബ്ലറ്റും വെള്ളവും കുടിച്ചിട്ട് വീണ്ടും ഓട്ടം തുടങ്ങി. ഈ കാണുന്നത് ഒരു ചെക്ക് പോയിന്റ് ആണ് കേട്ടോ. ഓരോ റണ്ണറും ടീഷർട്ടിൻ്റെ മുകളിൽ ഒരു ബിബ് ധരിക്കുന്നുണ്ട്. ഈ ബിബിൻ്റെ അകത്ത് ഒരു ചിപ്പുണ്ട്. ഈ ചിപ്പ് ഈ ചെക്ക് പോയിന്റിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നത്. തലശ്ശേരിയിലെ പഴയ എരഞ്ഞോളി പാലത്തിലെത്തി കേട്ടോ. പണ്ടത്തെ ആ ഒരു ആർച്ച് ഷേപ്പിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. യെസ്, 10 കേട്ടോ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. പറഞ്ഞെടുക്കുന്ന താങ്ക് യു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. ഇങ്ങനെയുണ്ട് ചിത്തോട്ടോ. സെറ്റല്ലേ? അതെ 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 അതെ. ഓ സെറ്റ്. നമ്മളിവിടുന്ന് ട്രെയിൻ കയറാൻ പോകുന്നതാണ് ഗൈസ്. കണ്ണൂരേക്ക്. അതാകുമ്പോൾ പെട്ടെന്ന് റണ്ണും തീർക്കാം, നല്ല പേസിൽ പോവുകയും ചെയ്യാം. ആയിട്ടുണ്ടോ? ആംബുലൻസ് നിലവിളി ശബ്ദം ഇടണോ? അത് ശരി. തലശ്ശേരി കോടതി എത്തി കേട്ടോ. തലശ്ശേരി കോടതി, സീ വ്യൂ പാർക്ക്. എന്തോ കുപ്പിയാണ്. നമ്മുടെ തലശ്ശേരി കോടതിൻ്റെ പുതിയ ബിൽഡിംഗ് ആണ് കേട്ടോ. ഹൈക്കോടതി പോലെ തന്നെ ആയില്ലേ. എങ്ങനെയുണ്ട്? മെഡലും മനോജിന് അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം 1 മണിക്കൂർ 6 മിനിറ്റ് 29 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത്. ഒന്നാമത് ഇയാൾ 1 മണിക്കൂർ 6 മിനിറ്റ് 26 സെക്കൻഡാണ്. അതായത് 0.3 സെക്കൻഡിന്റെ വ്യത്യാസത്തിന് മാത്രമാണ് അദ്ദേഹത്തിന് അത് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടത്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന കുട്ടിയുണ്ടല്ലോ, നല്ല വേഗത്തിലോടിയ കുട്ടി. ആ കുട്ടിയാണ് ഇപ്പോൾ ഏജ് കാറ്റഗറിയിൽ വിന്നർ ആയത് കേട്ടോ. നമുക്ക് രാജ്യത്തിന്റെ ഒരു ഭാവി വാഗ്ദാനമായി അദ്ദേഹം ആ കുട്ടി മാറട്ടെ എന്ന് അറിയിക്കുകയാണ്. അങ്ങനെ തലശ്ശേരി ഹെറിറ്റേജ് റൺ സീസൺ 5 വിൻ ചെയ്തത് മെഷാക്കാണ്. കെനിയയിൽ നിന്ന് വന്ന മെഷാക്കിനായിരുന്നു 1 ലക്ഷം രൂപ വിൻ ചെയ്തത്. ഓട്ടത്തിന് ശേഷം കാലിലെ പേശികൾക്കൊക്കെ ചെറിയൊരു വേദന അനുഭവപ്പെട്ടിരുന്നു. എൻ്റെ സുഹൃത്തും റണ്ണറും കൂടിയായ ഫൈസൽ കെ ആയിരുന്നു നല്ലൊരു സ്ട്രെച്ചിങ്ങും ഫിസിയോതെറാപ്പിയും ഒക്കെ ചെയ്തു തന്നത്. ഹെറിറ്റേജ് റൺ സീസൺ 5 ഓടിയതിൻ്റെ റൂട്ട് മാപ്പാണ് ഈ കാണുന്നത്. തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട ഹെറിറ്റേജ് സ്പോട്ടുകൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ ഓട്ടം വളരെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.